എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഗോഡസ് ടാരോയിലേക്ക് സ്വാഗതം. എന്നിവിടെ നോക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളോട് മനസ്സ് തുറക്കുകയാണ്. അങ്ങനെ ഒരു റീഡിംഗ് ആണ് ഇവിടെ എടുക്കുന്നത്. അവരുടെ ഉള്ളിലെ ഫീലിങ്സ്, അവരെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫീലിങ്സ് ഒക്കെ എന്താണ് എന്നുള്ളതൊക്കെ നമുക്കിന്ന് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് റീഡിംഗ് ആണ്. ഈ റീഡിംഗ് എപ്പോഴാണോ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് അപ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതാണ്. അപ്പോൾ ഈ ഒരു റീഡിങ്ങിൻ്റെ എനർജിയുമായിട്ട് കണക്റ്റഡ് ആകാനായിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യം തന്നെ ഈ ഒരു റീഡിങ് ലൈക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ എനർജിയുമായിട്ട് കണക്റ്റഡായി ഇത് കാണാനായിട്ട് ശ്രമിക്കാം. വളരെ മനസ്സ് ശാന്തമാക്കി വെച്ച് വളരെ റിലാക്സ്ഡ് ആയിരുന്ന് ഒരു നിമിഷം കണ്ണടച്ച് മെഡിറ്റേറ്റ് ചെയ്ത ശേഷം ഈ ഒരു റീഡിങ് കാണാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എന്താണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള റിയൽ ഫീലിങ്സ്, അവരുടെ മനസ്സിലിരിപ്പ് എന്താണ്, അവരുടെ ഉള്ളിലുള്ള കാര്യം എന്താണ്, നിങ്ങളോട് എന്താണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണ്. ഓക്കെ, അപ്പോൾ വാവ്, ആദ്യം തന്നെ ലവേഴ്സ് എനർജിയാണ്. ഓക്കെ, എനിക്കത് വെരി ബ്യൂട്ടിഫുൾ കാർഡ്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഏറ്റവും ഒരു ലവ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു രണ്ട് പേര് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കുമ്പം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാർഡ് തന്നെയാണ് ആദ്യം വന്നിരിക്കുന്നത്. വരാവുന്നതിൽ നിന്ന് ഏറ്റവും മികച്ച ഒരു കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് ഭയങ്കര ഫീലിങ്സ് ഉള്ള വ്യക്തിയാണ് കേട്ടോ. നിങ്ങൾ ആരെയാണോ ഇപ്പോൾ മനസ്സിൽ ചിന്തിച്ചേ ആൾക്ക് വളരെയധികം ഫീലിങ്സ് നിങ്ങളോടുണ്ട്, വളരെ ഒരു ലവിങ് എനർജി ഉണ്ട് എന്നുള്ളതാണ്. വാവ്, ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിറയെ ഒരു ലവ് എനർജിയാണ് നിങ്ങളോടുള്ളത്. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന വ്യക്തിയുമായിട്ട് നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എന്നറിയില്ല, പക്ഷേ എങ്കിലും അവരുടെ ഉള്ളിൽ നിങ്ങളോട് ഏറെ ഫീലിങ്സ് ഉണ്ട്. അവരത് പുറമേ കാണിക്കുന്നുണ്ടോ എന്താണ് നോക്കാം. ഓക്കെ, ക്വീൻ ഓഫ് പെൻഡക്കിളാണ്. യെസ്, അഗെയിൻ ഇത് വളരെ നല്ല കാർഡ്സാണ് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫോർ ഓഫ് പെൻഡക്കിൾ, നിങ്ങൾ തന്നെ വേണം, അല്ലെങ്കിൽ നിങ്ങളെന്ന ഒരു കാര്യം അവർ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയിരിക്കുകയാണ്. നിങ്ങളെന്നുള്ളൊരു ഫീലിങ്സ്, നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിയെ തന്നെ നോക്കി നിങ്ങളെന്ന് പറയുന്ന ഫീലിങ്സ് അവർ ഹൃദയത്തിൽ ചേർത്ത് നിർത്തിയിരിക്കുകയാണ്, നിങ്ങളോടുള്ള ഇഷ്ടം. ഓക്കെ, നോക്കാം നമുക്ക് എന്താണ്. ഫൈവ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. എന്തൊക്കെയോ നിരാശയുണ്ട്. നിങ്ങളവരെ മൈൻഡ് ചെയ്യുന്നില്ലേ? യെസ്, നിങ്ങൾ ചിലപ്പോൾ മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല. ഞാൻ ചോദിച്ചതേ ഉള്ളൂ, അതിനുള്ള കാർഡ്സ് ഇവിടെ വന്നു. എങ്ങനെ ഇത് വരുന്നു എന്ന് നോക്കിക്കേ. എയ്റ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ വേണ്ടത്ര രീതിയിൽ അവരെ മൈൻഡ് ചെയ്യുന്നില്ല. എംപ്രസ് എനർജി. യെസ്, അവർക്ക് ഏറെ സ്നേഹമുണ്ട് കേട്ടോ. 10 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. അപ്പോൾ 3 ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഫൈവ് ഓഫ് പെൻഡക്കിൾ. യെസ്, 8 ഓഫ് സോഡ് എനർജിയാണ് ടോപ്പ് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ലവേഴ്സ് എനർജിയാണ് വന്നിരിക്കുന്നത്. വെരി ബ്യൂട്ടിഫുൾ എനർജി എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത് കേട്ടോ. നിങ്ങളോടൊരു ദേഷ്യമോ വിഷമമോ, ഇവിടെ വിഷമമുണ്ട്, പക്ഷെ ഞാനത് പറയാം, എന്തിനു വേണ്ടിയിട്ടാണ്, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് വിഷമം എന്നുള്ളത് പറയാം. പക്ഷേ നിങ്ങളോടുള്ള ആളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഏറെ സ്നേഹമാണ്, പിരിയാനാകാത്ത സ്നേഹം. ഓൾറെഡി ഞാനൊരു കാര്യം പറയാം, ഇത് സെപ്പറേഷനിലിരിക്കുന്ന റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾ തമ്മിൽ റിയൂണിയനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം ലവേഴ്സ് എനർജിയാണ്. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. ഓക്കെ, ലവേഴ്സ് ആൻഡ് ഏസ് ഓഫ് കപ്സ് വന്നിരിക്കുന്നത് തന്നെ ആ ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോട് അടങ്ങാത്ത സ്നേഹം ഉള്ളതായിട്ടാണ് കാണുന്നത്. ആ ഒരു പേഴ്സൺ നിങ്ങളെ തന്നെ നോക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ. ക്യൂൻ ഓഫ് പെൻഡക്കിളിൻ്റെ എനർജിയും ലവേഴ്സ് കാർഡും കാണിക്കുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങളെ തന്നെ ഉറ്റുനോക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു പേഴ്സൺ ചാൻസ് ഉണ്ട് നിങ്ങളെ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്ത് റിലേഷൻഷിപ്പ് ആണെങ്കിലും ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, കുറേ പേരുടെ
സിറ്റുവേഷൻ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങൾ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആളായിരിക്കാം. ഇവിടെ ഒരുപാട് പേരുടെയും കണക്ഷൻ എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ഉണ്ടായിരുന്നു, അത് ഇവിടെ വീണ്ടും വന്ന് നിങ്ങൾ കണ്ടുമുട്ടിയതായിട്ട് ഉള്ള ഒരു വീണ്ടും ഈ ഒരു പുതിയൊരു ബർത്ത് എടുത്ത് നിങ്ങൾ മീറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുന്ന കപ്പിൾസിനെ ഇവിടെ കാണുന്നുണ്ട്. ആ വ്യക്തിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവർക്കൊരു സോൾമേറ്റ് കണക്ഷനാണ് നിങ്ങളോട് ഫീൽ ചെയ്യുന്നത്. അതായത് അവരെ എത്ര തന്നെ ഹൈഡ് ചെയ്യാൻ ശ്രമിച്ചാലും അവരുടെ ഉള്ളിലെ ഫീലിങ്സ് ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പൊക്കെ ആണെങ്കിലും അവർ പല സമയവും ചിന്തിക്കുന്നത് നിങ്ങളോട് അത് എക്സ്പ്രസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ്. എങ്കിൽ തന്നെയും അവർ പലതവണ അത് ഹൈഡ് ചെയ്ത് വെക്കാൻ ശ്രമിച്ചാലും അവരുടെ ഉള്ളിൽ നിന്ന് ആ ഒരു ഫീലിങ്സ് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തി നിങ്ങളെ തന്നെ നോക്കി നിൽക്കുകയാണ്. പക്ഷേ ഇവിടെ പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ചില സമയത്ത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ആയി പോകണം, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ കമ്മിറ്റ്മെൻറ്റ് കൊടുക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ ആ വ്യക്തിക്ക് ഉണ്ട്. അപ്പോൾ ഈ വ്യക്തി എന്ന് പറയുന്നത് 4 ഓഫ് പെൻറ്റക്കിൾ എനർജിയാണ്. നിങ്ങളെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി അവരുടെ ഹൃദയത്തിൽ നിങ്ങളെ സൂക്ഷിക്കുന്നുണ്ട്. ക്യൂൻ ഓഫ് പെൻറ്റക്കിൾ എനർജിയും നിങ്ങളെ തന്നെ ഉറ്റുനോക്കി ഈ ഒരു ബന്ധത്തിൽ തന്നെ മുന്നോട്ട് പോകണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ശാഠ്യത്തോട് കൂടിയിട്ട് തന്നെ അവർ നിൽക്കുകയാണ്. നിങ്ങൾ അവരുടെ ലൈഫിൽ വേണം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് വേണം എന്നുള്ളൊരു ശാഠ്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വപ്നം, ഒരു രീതിയിൽ പറഞ്ഞാൽ ഇതൊരു സ്വപ്നമായിട്ട് അവർ കാണുന്ന ഒരു റിലേഷൻഷിപ്പാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു റിലേഷൻഷിപ്പാണ്. എംപ്രസ് കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് വളരെ ഫ്രൂട്ട്ഫുള്ളാക്കി എടുക്കണം, വളരെ അതിനൊരു നല്ലൊരു റിസൾട്ടിലേക്ക് ഇത് വരണം. നിങ്ങളെ നല്ല രീതിയിൽ അവർക്ക് ഒരു എംപ്രസിനെ പോലെ നിങ്ങളെ ട്രീറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അവരുടെ മനസ്സിൽ നിങ്ങളെ ഒരു എംപ്രസിൻ്റെ സ്ഥാനത്താണ് അവർ കാണുന്നത്. അപ്പോൾ ഇത് ജെൻസാണ് ലേഡീസാണ്, ആരാണോ കാണുന്നത് ആ ഒരു വ്യക്തിയെ എല്ലാ റെസ്പെക്റ്റും നിങ്ങൾക്ക് തരുന്നുണ്ട്. ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്ക് ഏറെ റെസ്പെക്റ്റും സ്നേഹവും ഒക്കെ തരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ നല്ല രീതിയിൽ കെയർ ചെയ്യണം, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു അവസ്ഥ എന്ത് അവസ്ഥയിലാണോ നിങ്ങളുള്ളത്, ആ ഒരു അവസ്ഥയിലാണെങ്കിലും നിങ്ങളെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്ത് കെയർ ചെയ്ത് നല്ല രീതിയിൽ പാമ്പർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെയൊക്കെയുള്ളൊരു ആഗ്രഹമാണ്, അങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇവിടെ പറയാനുള്ള ഒരു കാര്യം, ഇവിടെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും രീതിയിൽ ഒരു പിന്തിരിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയോ, അല്ലെങ്കിൽ നിങ്ങളിവിടെ ഒരു കമ്മിറ്റ്മെൻറ്റ് തരുമോ എന്നൊക്കെ അവർക്കൊരു പേടിയുണ്ട്. ഓക്കെ, അവരങ്ങനെ ഒരു ഭയക്കുന്നുണ്ട്. നിങ്ങൾ ഇതിനൊരു കമ്മിറ്റ്മെൻറ്റ് തരുമോ, നിങ്ങൾ ചിലപ്പം ഈ ഒരു റിലേഷൻഷിപ്പിന് ഫുള്ളി കമ്മിറ്റഡ് ആകാതെ ചിലപ്പോൾ അവരുടെ റിലേഷൻ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളതിന് കമ്മിറ്റ്മെൻറ്റ് തരാതെ ചിലപ്പോൾ ഇപ്പോഴുള്ളൊരു പരിചയം അല്ലെങ്കിൽ ഇപ്പോഴുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് പോലും ചിലപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് കംപ്ലീറ്റ്ലി വിഡ്രോൺ ആയി നിങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് കംപ്ലീറ്റ്ലി മാറിപ്പോകുമോ എന്നുള്ളൊരു ഭയം അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില സമയത്ത് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പം ഇമോഷണലി ഒരു എൻഡ് വന്നു എന്നുള്ളൊരു സിറ്റുവേഷനിൽ അങ്ങനെയും അവർ ചിന്തിക്കുന്നുണ്ട്. ഇമോഷണലായിട്ട് നല്ല പെയിൻ അനുഭവിക്കുന്നുണ്ട്. അപ്പം നിങ്ങളെക്കുറിച്ച് അവർ ധാരാളം സ്വപ്നം കാണുന്നുണ്ട്. നിങ്ങളുമായുള്ള ചേർന്ന ഒരു ലൈഫൊക്കെ അവർ സ്വപ്നം കാണുന്നുണ്ട്. ഒരു ഡ്രീം വേൾഡിലൊക്കെ ചില സമയത്ത് അവർ ഉണ്ട്. അവർ ഏറെ സമയവും അവരുടെ ഒരു നൈറ്റ് തോട്ട്സൊക്കെ ചിലപ്പോൾ നിങ്ങളെക്കുറിച്ചായിരിക്കും. അവർ രാത്രിയിൽ കിടക്കാൻ നേരവുമൊക്കെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. വളരെ മാർവലസ് ആയിട്ടുള്ള എനർജിയിലൊക്കെയാണ് അവർ അങ്ങനെയൊക്കെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും വളരെ ഡ്രീം കാണുന്നുണ്ട്. പക്ഷേ ഒരു സമയം വരെ അവർ നല്ല രീതിയിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വളരെ ഹൈലി പോസിറ്റീവായി എത്തിയിട്ട് പിന്നെ അവർക്ക് ചിലപ്പം അവർ ആ ഒരു ഇമോഷണലി എൻഡ് ചെയ്യുന്ന ആ ഒരു തോട്ട്സ്, നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവർ എൻഡ് ചെയ്യുന്നത് കുറച്ച് ഇമോഷണൽ പെയിനോട് കൂടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ട്. കാരണം ഇവിടെ കൂടുതലും നിങ്ങളുടെ ഇടയ്ക്ക് വേറെ പാർട്ടീസിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, ഒരു പക്ഷേ ഫാമിലി ആയിരിക്കാം, അങ്ങനെ ഫാമിലിയുടെ ഇൻവോൾവ്മെൻറ്റ് വരുന്നുണ്ട്. അതല്ലെങ്കിൽ ഓൾറെഡി കമ്മിറ്റഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം. നിങ്ങളിൽ ആരെങ്കിലും ഒരു വ്യക്തി, അല്ലെങ്കിൽ ഓൾറെഡി 2 പേരും കമ്മിറ്റ്മെൻറ്റിൽ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം. പിന്നെ അതുപോലെ തന്നെ സോഷ്യലി ഇപ്പോൾ ഫാമിലി വൈസൊക്കെ നിങ്ങൾ 2 പേരും ഇവിടെ ഒരു 5 ഓഫ് പെൻറ്റക്കിളും 3 ഓഫ് പെൻറ്റക്കിളും വന്നിരിക്കുന്നത്
നിങ്ങളുടെ ഫാമിലി വൈസ് സ്റ്റാറ്റസ് ഡിഫറെൻ്റ് ആയിരിക്കാം. ഒരു പക്ഷേ ഫിനാൻഷ്യലി അവർ കുറച്ചും കൂടി ഡൗൺ ആയിരിക്കാം നിങ്ങളെക്കാളും. അതല്ലെങ്കിൽ തിരിച്ച് നിങ്ങളോടുള്ള ഒരു ഇഷ്ടമൊക്കെ അവർക്ക് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി ഫിനാൻഷ്യൽ ഫ്രീഡം അവർക്ക് വേണം എന്നൊക്കെയുള്ള ഒരു തോന്നലും അവരെ ഈ ഒരു സ്നേഹം, അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ കാണുന്നതും സോഡിൻ്റെ എനർജിയാണ്. അപ്പം നിങ്ങളിൽ അവർ ഏറെ അഡിക്റ്റഡ് ആണ് എന്നുള്ളത് കാണുന്നുണ്ട്. അഡിക്ഷൻ ഇവിടെ നല്ല രീതിയിലുണ്ട്. പക്ഷേ ആ ഒരു അഡിക്ഷൻ എന്ന് പറയുന്നത് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾ എനർജി ആണ്. അവർ ചില സമയത്ത് കുറച്ചൊന്ന് സ്ലോ ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തായാലും വളരെ ഇമോഷണലി അറ്റാച്ച്മെൻറ്റും പിന്നെ ഒബ്സഷനും ഒക്കെ ഉള്ളൊരു റിലേഷൻഷിപ്പാണ്. അപ്പം നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള ഒരു കമ്മിറ്റ്മെൻറ്റാണ് അവർ കൂടുതലും ആഗ്രഹിക്കുന്നത്. അവരുടെ ഉള്ളിൽ വളരെയധികം സ്നേഹം നിങ്ങളോടുണ്ട്, എക്സ്പ്രസ് ചെയ്യണം എന്നുണ്ട്. പക്ഷേ പല സമയത്തും അവരുടെ ചിന്തകളിൽ നിങ്ങൾ വന്ന് ഒരുപാട് ചിന്തകൾ അധികരിച്ചിട്ട് അവരെന്ത് ചെയ്യും, അതൊരു ഇമോഷണലായിട്ട് എൻഡ് ചെയ്യും. അല്ലെങ്കിൽ ഇമോഷണൽ പെയിനോട് കൂടിയിട്ടാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വളരെ പോസിറ്റീവായിട്ട് വളരെ ഹൈലി നല്ല ഒരു എനർജിയിലൊക്കെ വന്നിട്ട് പിന്നെ അവർക്ക് ഒരു നെഗറ്റീവ് ഇമോഷൻ അവരിലേക്ക് വരും. കാരണം നിങ്ങൾ തമ്മിലുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആകുമോ? ഇവിടെ നിങ്ങൾ അവരുടെ പറയുകയാണെങ്കിൽ ചങ്കിടിപ്പാണെന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെയാണ് നിങ്ങളെ നോക്കി കാണുന്നത്. ഏറെ മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ വേണം അവരുടെ ലൈഫിലെന്ന് അവർ ഏറെ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. പക്ഷേ ചില സിറ്റുവേഷൻസിൽ അവർക്കത് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പം നിങ്ങളുടെ ഭാഗത്തു നിന്നും കൂടി കുറച്ച് കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങളും അങ്ങനെ ചിന്തിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നിങ്ങളിൽ നിന്നും കുറച്ച് ഫീലിങ്സ് അവർക്ക് കിട്ടണം, അല്ലെങ്കിൽ നിങ്ങളും അവരോടത് എക്സ്പ്രസ് ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കാണുന്നത് അവർ തീർച്ചയായിട്ടും ഇത് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളോട് പറയാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് അവർ അടുത്ത ആക്ഷൻ എടുക്കാൻ പോകുന്നതും കൂടി നോക്കാം. കംപ്ലീഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങളോട് അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇത് എക്സ്പ്രസ് ചെയ്യണം. അതായത് ഇനി ഇങ്ങനെ ഒളിച്ചു കളി വേണ്ട, ഓൺ ആൻഡ് ഓഫ് റിലേഷൻ വേണ്ട, നിങ്ങളോടത് പറയണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇതിനൊരു കംപ്ലീഷൻ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. യെസ്, സൈലൻസൊക്കെ ഇനി സൈലൻസ് വേണ്ട. ഇനി ആ ഒരു മിണ്ടാതെ അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാതെ ഇരുന്നതൊക്കെ, അല്ലെങ്കിൽ പുറമേ കാണിക്കാതെ അവരുടെ വികാരങ്ങളൊക്കെ പുറമേ കാണിക്കാതെ ഇരുന്നത് ഇനി അത് വേണ്ട, മാറ്റി വെക്കണം. എക്സ്പീരിയൻസിങ് ആണ്. യെസ്, ഇൻറ്റൻസിറ്റി നോക്കൂ, വെരി ട്രൂ. അതായത് അവർക്ക് ഇനി ഒരു കംപ്ലീഷൻ വേണം. ഈ റിലേഷൻഷിപ്പിൽ അവർക്ക് കമ്മിറ്റ്മെൻറ്റ് വേണം, നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് വേണം. ഇതിനെ എക്സ്പീരിയൻസ് ചെയ്യണം. ഇത്രയും നാൾ അവരുടെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന ഈ ഒരു ഫീലിങ്സ് അവർക്കിനി എക്സ്പീരിയൻസ് ചെയ്യണം. നിങ്ങളുമായിട്ട് വളരെ ഇൻറ്റൻസിറ്റിയോട് കൂടിയിട്ട് സപ്രസ് ചെയ്ത് വെച്ചിരുന്ന എനർജിയെല്ലാം തീവ്രമായിട്ട് തന്നെ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്ത് അത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പം ഉടനെ തന്നെ നിങ്ങളോട് ഫീലിങ്സ് തുറന്ന് പറയാനുള്ള ഒരു ചാൻസൊക്കെ വരുന്നുണ്ട്, ഒരു വഴിയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റിലൂടെ പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ഗോഡ്ഡസ് ടാരോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു റീഡിങ്ങുമായിട്ട് കാണാം.